ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുൻപ് 1990 ആദ്യമായി ശ്രീനാരായണ പരമഹംസരെക്കുറിച്ച് ഞാൻ ഒരു വലിയ വേദിയിൽ, ഒരു ആലോകവേദിയിൽ സംസാരിക്കുന്നത്. അത് ഇന്ത്യയിലായിരുന്നില്ല, കേരളത്തിലും ഇന്ത്യയിലുമായിരുന്നില്ല. മറിച്ച് ഇന്ത്യയെ ദീർഘകാലം കോളനിവൽക്കരിച്ചിരുന്ന ബ്രിട്ടനിൽ, ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വേൾഡ് ഫിലോസഫേഴ്സ് ആൻഡ് റിലീജിയസ് ലീഡേഴ്സ് കൺവെൻഷൻ എന്ന സമ്മേളനത്തിൽ ഭാരതത്തിലെ ചില സന്യാസി ശ്രേഷ്ഠന്മാരെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെനിക്ക് തന്ന നിർദ്ദേശം ശ്രീരാമകൃഷ്ണ പരമഹംസരെയും ശ്രീ വിവേകാനന്ദ സ്വാമിയെയും കുറിച്ച് സംസാരിക്കാനായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലെയല്ല, വിദേശത്ത് മുൻകൂട്ടി സമയം നിശ്ചയിച്ചിരിക്കും. ഒരാൾക്ക് ആവശ്യമുള്ളത്ര വലിച്ചു നീട്ടാനാവില്ല, ഇഷ്ടമുള്ള വിഷയങ്ങൾ പറയാനുമാവില്ല. മുൻകൂട്ടി നിശ്ചയിക്കുന്നതാണ് സംസാരിക്കേണ്ടത്. പക്ഷേ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഈ സംഭാഷണം പൂർണ്ണമാകണമെങ്കിൽ എനിക്കൊരു മഹാപരമഹംസരെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. അതിന് ദയവായി നിങ്ങൾ എന്നെ അനുവദിക്കുമെന്ന പ്രതീക്ഷയോടെ കേരളത്തിൻ്റെ മണ്ണിൽ ഉദയം ചെയ്ത് ഭാരതത്തിലാകമാനം പ്രകാശം പരത്തി വരും നാളുകളിൽ ലോകത്തെ പുനഃസൃഷ്ടിക്കാൻ പോകുന്ന ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാമനീഷിയെക്കുറിച്ചുകൂടി ചിലത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 15 മിനിറ്റ് സമയത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭാഷണത്തിന് ശേഷം വിൽ സ്മൈലി ദിത്ത് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ എൻജിനീയർ, അദ്ദേഹം എന്നെ വന്ന് കണ്ടു. താങ്കൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? ഞാൻ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ലല്ലോ, എനിക്ക് കൂടുതൽ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എനിക്ക് അറിവുള്ളതത്രയും ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നീടുണ്ടായത്, അദ്ദേഹം തൻ്റെ ജോലിയും മറ്റും താൽക്കാലികമായി ഉപേക്ഷിച്ച് ശ്രീനാരായണ ധർമ്മം ആഴത്തിൽ പഠിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുയായിയും ശ്രീനാരായണ ധർമ്മ പ്രചാരകനുമായി ലോകത്ത് പലയിടത്തും സന്യാസിയായി തൻ്റെ പ്രവർത്തനം പരിണമിപ്പിച്ചു എന്നതാണ്. എന്തുകൊണ്ട് 15ാമത് തിരുവല്ല ശ്രീനാരായണ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന ചോദ്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കതിനുള്ള എൻടൈറ്റിൽമെൻറ്റ്, അർഹത എന്ന ചോദ്യം, അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അന്നോളം കേട്ടിട്ടില്ലാതിരുന്ന ഒരു മഹാപരമഹംസരെക്കുറിച്ച് അവിടെ പ്രസംഗിക്കുകയും അത് കേൾക്കാനിടയായ ഒരു ടെക്നോക്രാറ്റ് ശ്രീനാരായണ ധർമ്മ പദപ്രാപ്തിക്കായി തൻ്റെ ശിഷ്ടജീവിതം മാറ്റിവെക്കുകയും ചെയ്യാൻ ഞാൻ ഒരു നിയോഗമായി തീർന്നു, ഉപകരണമായി തീർന്നു എന്ന ആത്മസംതൃപ്തിയാണ് പിന്നീട് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും സഞ്ചരിച്ച് ഗുരുദേവ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ആധികാരികത എനിക്ക് നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരമഗുരുവായ ശ്രീനാരായണ പരമഹംസപാദപത്മങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. എങ്ങനെയാണ് ഒരു മഹാത്മാവിനെ നാം തിരിച്ചറിയേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈശ്വരാവതാരമെന്ന് നാം തിരിച്ചറിയേണ്ടത്? എനിക്ക് തോന്നുന്നത് 4 അളവുകോലുകൾ ഇതിന് ഉപയോഗിക്കാം എന്നതാണ്. ആദ്യത്തേത്, അങ്ങനെ ജീവിക്കുന്ന ഒരാളിൻ്റെ ദർശനം, വിശ്വാസം, ആദർശം എന്താണെന്ന് പരിശോധിക്കുക. അത് കാലാതീതവും ദേശാതീതവും ലോകഗുണകരവുമാണെങ്കിൽ അദ്ദേഹം ഈശ്വര പുരുഷനാണെന്ന് നമുക്ക് തിരിച്ചറിയാം. രണ്ടാമത്, അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഏത് കാലത്തെയും സമൂഹം
അഴിമതിയും അന്യായങ്ങളും അസമത്വങ്ങളും നിറഞ്ഞതാകയാൽ തൻ്റെ കാലത്തോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരളവുകോലാണ്. മൂന്നാമത്, അദ്ദേഹം സൃഷ്ടിക്കുന്ന, അദ്ദേഹം രൂപം നൽകുന്ന സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ അതെത്രമാത്രം വിലപ്പെട്ടതാണ്. നാലാമത്, അദ്ദേഹത്തിൻ്റെ ജീവിത കാലാനന്തരം എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്, തിരിച്ചറിയപ്പെടുന്നത്? ഈ 4 അളവുകോലുകൾ ഉപയോഗിച്ച്, ഈ ചതുഷ്പതിയായ അളവുകോൽ ഉപയോഗിച്ച് നമുക്കൊരു മഹാത്മാവിനെ, അദ്ദേഹം എങ്ങനെയാണ് ലോകോപകാരിയാകുന്നതെന്ന്, മഹാമനീഷിയാകുന്നതെന്ന് തിരിച്ചറിയും. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിൽ, അഥവാ അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യത്തിൽ, ഇപ്പറഞ്ഞ 4 അളവുകോലുകളുടെയും ഉത്തരം ഒന്ന് തന്നെയാണ്. നമുക്ക് ഒടുവിൽ നിന്നാരംഭിക്കാം. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം, സമാധിസ്ഥനായതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 15 വർഷമായി കൊറോണ കൊണ്ട് മാത്രം ഇടയ്ക്കൊന്ന് മുടങ്ങി അഭംഗുരം തുടരുന്ന മണിമലയാറിൻ്റെ കരയിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഉൾപ്പെടെ ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന പഠന ക്ലാസുകൾ, സെമിനാറുകൾ, ശില്പശാലകൾ, ചർച്ചകൾ, കൺവെൻഷനുകൾ, സിമ്പോസിയങ്ങൾ, കോൺഫറൻസുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് എത്ര പഠിച്ചിട്ടും തീരാത്ത പാഠപുസ്തകമാണ് ശ്രീനാരായണ പരമഹംസർ. എത്ര ചർച്ച ചെയ്തിട്ടും ചർച്ചയ്ക്കൊടുവിൽ എങ്ങുമെങ്ങും എത്തിച്ചേരാൻ കഴിയാത്ത വിധം അത്യഗാധമാണ് അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ അമൂല്യമായ നീക്കിയിരിപ്പുകൾ. എത്ര മനസ്സിലാക്കിയിട്ടും ആകാശത്തെ മനസ്സിലാക്കും പോലെ, ആഴക്കടലിനെ മനസ്സിലാക്കും പോലെ ഇനിയും അഗാധതയും അപാരതയും അവശേഷിപ്പിക്കുന്ന മഹാത്ഭുതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. മൂന്നാമത്തെ അളവുകോലിലേക്ക് വരാം. ഒരു മഹാത്മാവ് സൃഷ്ടിച്ച പ്രസ്ഥാനം എന്താണ്? ആ പ്രസ്ഥാനം ലോകത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുജ്ഞയാൽ സംജാതമായ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്ന SNDP യോഗം. SNDP യോഗം എന്താണ് പുതിയ കാലത്ത് ചെയ്യുന്നതെന്ന് ബഹുമാന്യനായ ദേവസ്വം സെക്രട്ടറി, എൻ്റെ ഒരു മുൻകാല സുഹൃത്തു കൂടിയായ ശ്രീ അരയക്കണ്ടി സന്തോഷ് അവർകൾ പറയുകയുണ്ടായി. നിലമ്പൂർ പോലെ ഒരിടത്ത് ശ്രീനാരായണ പരമഹംസരുടെ ചിത്രം കണ്ട് ഇദ്ദേഹം ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ എത്തുമോ, എത്ര നേരം പ്രസംഗിക്കേണ്ടി വരും അദ്ദേഹത്തിനെന്ന് ചോദിക്കാൻ മാത്രം അജ്ഞത ബാധിച്ചൊരു സമൂഹത്തിൽ 10,000 പേർ പങ്കെടുക്കുന്നൊരു കൺവെൻഷൻ നടത്താൻ മാത്രം ശക്തമായ സാമൂഹിക പരിവർത്തനം സൃഷ്ടിക്കാൻ പോന്ന ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇത് വാസ്തവത്തിൽ ഈഴവ ജനവിഭാഗങ്ങളെ മാത്രമല്ല മോചിപ്പിച്ചത്, ഈഴവ ജനവിഭാഗങ്ങൾക്ക് മാത്രം കരുത്തും സംഘടനാബോധ്യവും ഉളവാക്കിയതല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും വളരെ വലിപ്പമേറിയ ചിലതിനെ അതേ വലിപ്പത്തിൽ മനസ്സിലാക്കാനുള്ള വലിപ്പം നമുക്കില്ലാതെ പോകാറുണ്ട്. അത്ര വലുതിനെ കാണണമെങ്കിൽ അത്ര വലിപ്പം നമ്മുടെ മനസ്സിനുണ്ടാവും. അതുകൊണ്ടാണ് ഗുരുദേവനെ നാം ഈഴവ സമുദായത്തിൻ്റെ മാത്രം ആചാര്യനെന്ന് തെറ്റിദ്ധരിച്ച് നമുക്ക് അദ്ദേഹത്തെ പ്രാപിക്കുന്നതിനുള്ള മഹാഭാഗ്യം ശിഷ്ടലോകം നഷ്ടപ്പെടുത്തുന്നത്. നമ്പൂതിരി സമുദായത്തിൽ സംഭവിച്ച പുഴുക്കുത്തുകളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീ VT ഭട്ടതിരിപ്പാട് പ്രസംഗിച്ചത്, ശ്രീനാരായണ ഗുരുദേവൻ ഞങ്ങളുടെ കൂടി കണ്ണു തുറപ്പിച്ചു, ഞങ്ങളുടെ സമുദായത്തെ കൂടി ഉദ്ബോധിപ്പിച്ചു, ഞങ്ങളോട് അദ്ദേഹം ശരിയെന്തെന്ന് പറഞ്ഞു തന്നു. നമ്പൂതിരി സ്ത്രീകൾ അന്തഃപുരമെന്ന നരകത്തിൽ കഴിയുന്നതിന് പകരം പുറത്തേക്കിറങ്ങി വന്ന് ജോലി ചെയ്യണമെന്നു മാത്രമല്ല
മീൻ കുട്ട ചുമന്ന് മീൻ വിറ്റ് പൈസ ഉണ്ടാക്കാൻ പോലും പ്രാപ്തി നേടണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വി.ടി. ഭട്ടതിരിപ്പാട് പ്രസംഗിച്ചുവെങ്കിൽ SNDP യോഗവും ഗുരു ഭഗവത് പാദരും സൃഷ്ടിച്ച സ്വാധീനം, സാമൂഹിക ആഘാതം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ.